ഇന്ന് നമുക്ക് കൊഴുക്കട്ട ഉണ്ടാക്കിയെടുക്കാമേ. ഈ കൊഴുക്കട്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാര്യം നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന കൊഴുക്കട്ടയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ്. ഏത്തപ്പഴം നന്നായിട്ട് ആവിയിൽ വേവിച്ചെടുത്തിട്ട് അത് അരച്ച് നമ്മുടെ അരിമാവിൽ ചേർത്തുണ്ടാക്കുന്ന കൊഴുക്കട്ടയാണ് കേട്ടോ. ഇതിന് ടേസ്റ്റ് കൂടും. കാര്യം ഇത് ഒന്നുണ്ടാക്കി കൊടുത്താൽ നമ്മുടെ കുഞ്ഞു മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. കുട്ടികൾക്ക് നമ്മൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കുമല്ലോ ഈവനിങ് ടൈമിൽ. അപ്പോൾ ഇതുപോലെ ഇന്ന് ഉണ്ടാക്കി വെച്ച് കൊടുത്ത് നോക്കും. കാര്യം ഇത് നമ്മൾ എണ്ണയിലല്ലല്ലോ ഉണ്ടാക്കുന്നത്, ആവിയിൽ പുഴുങ്ങിയെടുക്കുന്നതല്ലേ. അപ്പോൾ അവർക്ക് വേറെ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അത് തന്നെയല്ല മധുരമൊക്കെ ഉള്ളതുകൊണ്ട് ഇവ ഇഷ്ടം പോലെ കഴിച്ചോളും കേട്ടോ. അപ്പം ഞാൻ ഈ ചെയ്യുന്നത് എന്താണെന്നറിയാമോ? തേങ്ങയും ശർക്കരയും ജീരകവും അതുപോലെ തന്നെ ഏലക്കയും കൂടെ നന്നായിട്ട് കുഴച്ചങ്ങോട്ട് മാറ്റി വെക്കുവാണ്. അതിനുശേഷം ആവിയിൽ പുഴുങ്ങിയെടുത്ത ഏത്തപ്പഴം നമുക്ക് നന്നായിട്ട് മിക്സിയിലിട്ട് നല്ലതുപോലെ അരച്ചെടുക്കാമേ. അതിനി അരിമാവിലേക്ക് ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് കുഴച്ചെടുക്കണം കേട്ടോ. അതിനുശേഷം ഓരോ ഉരുളകളായിട്ട് എടുത്ത് അതിലേക്ക് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ശർക്കരയുടെ കൂട്ടുണ്ടല്ലോ അതും കൂടെ ചേർത്ത് നല്ല ബോൾ പോലെ അങ്ങോട്ടാക്കിയിട്ട് സ്റ്റീമറിൽ വെച്ച് ആവി കയറ്റി എടുത്തോളൂ കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പം ഞാനുണ്ടല്ലോ ഈ അരിമാവ് കുഴച്ചെടുത്തത് ചെറു ചൂടുവെള്ളത്തിലാണ് കേട്ടോ. അപ്പം കുറച്ച് നല്ല സോഫ്റ്റ് ആയിരിക്കും. പച്ചവെള്ളത്തിൽ കുഴയ്ക്കുമ്പോഴത്തേക്ക് ഇത് തണുത്ത് കഴിഞ്ഞാൽ ഹാർഡായിട്ടിരിക്കും. അതേസമയം ചൂടുവെള്ളത്തിലാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടിരുന്നോളും കേട്ടോ. നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കിക്കോളൂ. ഒരു ദിവസം ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന കൊഴുക്കട്ട ഉണ്ടാക്കാൻ മടിക്കും. കാര്യം ഇതിനാണ് ടേസ്റ്റ് കൂടുതൽ. മിക്കവാറും എല്ലാ വീടുകളിലും ഏത്തപ്പഴമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം നന്നായിട്ട് പഴുത്തിരിക്കുന്ന ഏത്തപ്പഴം ഇനി കളയണ്ട. ഇതുപോലെ ആവിയിൽ പുഴുങ്ങിയെടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഉണ്ടാക്കി നിങ്ങളുടെ മക്കൾക്ക് കൊടുത്തോളൂ കേട്ടോ. അവർക്ക് ഇഷ്ടമാവും.